ഹലോ, വെൽക്കം ബാക്ക് ടു കമോൺ ടെക് ആൻഡ്സ്. പ്ലേറ്റ് എർത്തിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത്. ഇതിന് മുന്നേ നമ്മൾ റോഡ് എർത്തിങ്, പൈപ്പ് എർത്തിങ്, അതുപോലെ എർത്തിങ് ശരിയായി ചെയ്തിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ, അതുപോലെ ഒരു ഡൊമസ്റ്റിക് ആവശ്യത്തിന് വേണ്ടി എർത്തിങ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഡിസ്ക്രിപ്ഷനിൽ തരാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പ്ലേറ്റ് എർത്തിങ് എന്താണെന്നും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒരു PSC പോയിൻ്റ് ഓഫ് വ്യൂ ആണ് നോക്കുന്നത്. പൈപ്പ് എർത്തിങ്ങിൽ നമ്മളവിടെ ഒരു ഹോളോ സിലിണ്ടർ പൈപ്പാണ് നമ്മളവിടെ എർത്ത് ഇലക്ട്രോഡായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ പ്ലേറ്റ് എർത്തിങ്ങിൽ ഒരു റെക്റ്റാങ്കുലർ പ്ലേറ്റ് ആണ് നമ്മളിവിടെ എർത്ത് ഇലക്ട്രോഡായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് രണ്ട് തരത്തിലുള്ള പ്ലേറ്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. GIൻ്റെ പ്ലേറ്റ് ഇലക്ട്രോഡും യൂസ് ചെയ്യാറുണ്ട്, കോപ്പറിൻ്റെ പ്ലേറ്റ് ഇലക്ട്രോഡും യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ PSCക്ക് സാധാരണ ഒരു GIൻ്റെ പ്ലേറ്റാണ് യൂസ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡയമെൻഷനും തിക്നെസ്സും അതിൻ്റെ അളവ് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ GIൻ്റെ പ്ലേറ്റ് ഇലക്ട്രോഡാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 60x60 സെൻറ്റിമീറ്റർ ആണ്. അത് കോപ്പർ ആണെന്നുണ്ടെങ്കിൽ ഡയമെൻഷൻ 60x60 സെൻറ്റിമീറ്റർ ആണ്. അത് നമ്മൾ GI ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തിക്നെസ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത്, 60x60 സെൻറ്റിമീറ്ററും അതുപോലെ തിക്നെസ് 6.3 mm ആയിരിക്കണം GI ആണെന്നുണ്ടെങ്കിൽ. അതുപോലെ കോപ്പറിൻ്റെ പ്ലേറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 60x60 സെൻറ്റിമീറ്ററും അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 3.15 mm ആണ് കോപ്പർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തിക്നെസ് വരുന്നത്. ഈ രണ്ട് പോയിന്റുകളാണ് പൊതുവേ PSCയിൽ ഒരു പ്ലേറ്റ് എർത്തിങ് എന്ന് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. GI ഓർ സ്റ്റീൽ ആണെന്നുണ്ടെങ്കിൽ തിക്നെസ് കുറച്ച് കൂടുതലാണ്, 6.3 mm തിക്നെസ് വേണ്ടി വരുന്നുണ്ട്. കോപ്പർ ആണെന്നുണ്ടെങ്കിൽ തിക്നെസ് കമ്മിയാണ്, 3.15 mm ആണ് വേണ്ടി വരുന്നത്. അതിൻ്റെ ഡയമെൻഷൻ 60.60 തന്നെയാണ്. അപ്പോൾ ഈ പോയിന്റ് നന്നായി മനസ്സിലാക്കി വയ്ക്കുക. ഇതാണ് പ്ലേറ്റ്. ഒരു പ്ലേറ്റ് എർത്തിങ്ങിൻ്റെ ഡയഗ്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ പ്ലേറ്റിന് ചുറ്റും ഒരു 15 സെൻറ്റിമീറ്റർ തിക്നെസ്സിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മോയ്സ്ചർ കണ്ടൻറ്റ് നിലനിർത്താൻ വേണ്ടിയിട്ട് ചാർക്കോളും സാൾട്ടൊക്കെ ഫില്ല് ചെയ്ത് വെക്കും. അതുപോലെ ആൾട്ടർനേറ്റീവായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാനുള്ള അറേഞ്ച്മെൻറ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ചാർക്കോളും സാൾട്ടും അതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്, ഒരു എർത്ത് പിറ്റിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഒരു എർത്ത് പിറ്റിലേക്ക് സാൾട്ടും ചാർക്കോളൊക്കെ ഇങ്ങനെ ആൾട്ടർനേറ്റീവായിട്ട് ആഡ് ചെയ്യുന്നതും അതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതൊക്കെ അതിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഈ പ്ലേറ്റ് ഇലക്ട്രോഡും അതുപോലെ വരുന്ന എർത്ത് വയറും തമ്മിലുണ്ടാകുന്ന കോണ്ടാക്റ്റിലുണ്ടാകുന്ന മോയ്സ്ചർ കണ്ടൻറ്റ് നിലനിർത്തിയാലാണ് അവിടുത്തെ റെസിസ്റ്റൻസ് കമ്മിയാവുള്ളൂ. അങ്ങനെ റെസിസ്റ്റൻസ് കമ്മിയാവുമ്പോൾ മാത്രമാണ് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടായിട്ട് എർത്തിലേക്ക് ആ ഫോൾട്ട് കറൻറ്റ് വളരെ എളുപ്പത്തിൽ പാസ് ചെയ്യുകയും ചെയ്യുള്ളൂ. അപ്പോൾ ഫോൾട്ട് കറണ്ടിനെ വളരെ എളുപ്പത്തിൽ എർത്തിലേക്ക് പാസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ മോയ്സ്ചർ കണ്ടൻറ്റ് നിലനിർത്തിയാലാണ് അവിടുത്തെ റെസിസ്റ്റൻസ് കമ്മിയാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചാർക്കോളും സാൾട്ടൊക്കെ ആഡ് ചെയ്യുന്നതും അതുപോലെ ആൾട്ടർനേറ്റീവായിട്ട് വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കുന്നതും. അടുത്ത പോയിന്റ് പറയുന്നത്, നമ്മൾ സാധാരണ ഒരു പ്ലേറ്റ് എർത്തിങ്ങിൽ ഒരു പ്ലേറ്റാണ് ഇലക്ട്രോഡായിട്ട് യൂസ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് വേണ്ട എർത്ത് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഏറ്റവും കമ്മിയായിട്ടാണ് നമുക്ക് എർത്ത് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ വേണ്ടത്. അപ്പോൾ ഇത് അടുത്ത പോയിന്റ് പറയുന്നത്, ഇപ്പോൾ പ്ലേറ്റ് ഇലക്ട്രോഡിൻ്റെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നമുക്ക് വേണ്ട റെസിസ്റ്റൻസിനെക്കാട്ടിലും കൂടുതലാണ് എന്നുണ്ടെങ്കിൽ, അപ്പോൾ നമുക്ക് വേണ്ടത് 1 ohm റെസിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ പ്ലേറ്റ് ഇലക്ട്രോഡിൻ്റെ വാല്യൂ 2 ohm ആണ്. അങ്ങനെ ഉള്ള കേസാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 പ്ലേറ്റ് ഇലക്ട്രോഡ് യൂസ് ചെയ്തിട്ട് പാരലായിട്ട് യൂസ് ചെയ്യുക. 2 പ്ലേറ്റ് ഇലക്ട്രോഡ് പാരലായിട്ട് കണക്ട് യൂസ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടുത്തെ റെസിസ്റ്റൻസ് കമ്മിയാക്കാൻ വേണ്ടി പറ്റും. നമുക്കറിയാലോ, റെസിസ്റ്റൻസിൻ്റെ കേസിൽ ഒരു 2 ohm റെസിസ്റ്റൻസും ഒരു 2 ohm റെസിസ്റ്റൻസും പാരലായിട്ട് കണക്ട് ചെയ്താൽ അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 1 ohm ആയിട്ട് കിട്ടും. അതേ ഇത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. 2 പ്ലേറ്റ് ഇലക്ട്രോഡ്, നമുക്ക് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കുറയ്ക്കാൻ വേണ്ടിയിട്ട് 2 പ്ലേറ്റ് ഇലക്ട്രോഡ് പാരലായിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് അവിടുത്തെ റെസിസ്റ്റൻസ് വാല്യൂ ഇതുപോലെ കമ്മിയാക്കാനായിട്ട് 2 ഇലക്ട്രോഡ് പാരലായിട്ട് യൂസ് ചെയ്യാം എന്നാണ് ഈ പോയിന്റ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് അതാണ് പറയുന്നത്, വായിക്കാം. Where the resistance of one plate electrode is higher than the required value, 2 or more plates shall be used in parallel. നമുക്ക് വേണ്ട വാല്യൂവിനെക്കാട്ടിലും കൂടുതലാണ് പ്ലേറ്റ് എന്നുണ്ടെങ്കിൽ 2 or 3 പ്ലേറ്റ് ഇലക്ട്രോഡ് പാരലായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാം. ഇതിൽ അടുത്ത പോയിന്റ് പറയുന്നത്, ഇങ്ങനെ നമ്മൾ 2 പാരലായിട്ട് കണക്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ 2 തമ്മിലുള്ള ഡിസ്റ്റൻസ് മിനിമം 8 മീറ്റർ ഡിസ്റ്റൻസ് വേണം. 2 പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് മിനിമം 8 മീറ്റർ വേണം എന്നാണ് നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്. പ്ലേറ്റ് എർത്തിങ് സാധാരണ നമ്മൾ പൊതുവേ യൂസ് ചെയ്യാറ് ജനറേറ്റിംഗ് സ്റ്റേഷൻസിലും അതുപോലെ സബ് സ്റ്റേഷൻസിലൊക്കെയാണ്. അതുപോലെ വലിയ ഇൻസ്റ്റാളേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, സാധാരണ നമ്മുടെ സാധാരണ ചെറിയ വീടുകളിലൊന്നും പ്ലേറ്റ് എർത്തിങ് ചെയ്യേണ്ട ആവശ്യമില്ല.
വലിയ ഇൻസ്റ്റാളേഷനൊക്കെ ആണെന്നുണ്ടെങ്കിലും അതുപോലെ ജനറേറ്റിംഗ് സ്റ്റേഷനിലും സബ്സ്റ്റേഷനുകളിലും ഒക്കെയാണ് പ്ലേറ്റ് എർത്തിങ് പൊതുവെ യൂസ് ചെയ്യാറ്. പൈപ്പ് എർത്തിങ് ആണ് സാധാരണ ഡൊമസ്റ്റിക് ഇൻസ്റ്റാളേഷനിലൊക്കെ യൂസ് ചെയ്യാറ്. വലിയ ബിൽഡിങ്ങുകളൊക്കെ വരുമ്പോഴേ പ്ലേറ്റ് എർത്തിങ്ങിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ പ്ലേറ്റ് എർത്തിങ്ങിൽ നമ്മൾ മെയിനായിട്ട് പറഞ്ഞ പോയിന്റ്സ്, അതിൽ കോപ്പർ അല്ലാന്നുണ്ടെങ്കിൽ GI ഓർ സ്റ്റീലിൻ്റെ ഇലക്ട്രോഡുകളാണ് യൂസ് ചെയ്യുക. GI ഓർ സ്റ്റീലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻ 60x60 സെൻറ്റിമീറ്ററും തിക്നെസ് 6.3 mm ആയിരിക്കും. അത് കോപ്പർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തിക്നെസ് കമ്മിയാവും. ഡയമെൻഷൻ സെയിം തന്നെയാണ്, 60x60 സെൻറ്റിമീറ്ററും അതിൻ്റെ തിക്നെസ് 3.15 mm ആണ് കോപ്പർ ആണെന്നുണ്ടെങ്കിൽ തിക്നെസ് വരിക. അതുപോലെ മോയ്സ്ചർ കണ്ടൻറ്റ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മളതിൽ സാൾട്ടും അതുപോലെ ചാർക്കോളൊക്കെ ആൾട്ടർനേറ്റീവായിട്ട് ഫില്ല് ചെയ്യുന്നതും വെള്ളം ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നതും. അതുപോലെ നമുക്ക് വേണ്ട റെസിസ്റ്റൻസ് വാല്യൂ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ 2 or 3 പ്ലേറ്റ് ഇലക്ട്രോഡുകൾ വെച്ചിട്ട് നമുക്ക് റെസിസ്റ്റൻസ് വാല്യൂ കമ്മിയാക്കിയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് ഓർമ്മിച്ച് വയ്ക്കുക. അതുപോലെ നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മിനിമം ഡിസ്റ്റൻസ് 8 മീറ്ററെങ്കിലും, 2 പ്ലേറ്റുകൾ തമ്മിലുള്ള മിനിമം ഡിസ്റ്റൻസ് 8 മീറ്റർ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ മെയിനായിട്ട്. അപ്പോൾ ഒരു പ്ലേറ്റ് എർത്തിങ്ങിൽ ഇത്രയും കാര്യങ്ങളെങ്കിലും നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. പ്ലേറ്റ് എർത്തിങ്ങിൽ നോക്കുമ്പോൾ നിരവധി പോയിന്റ്സ് ഇനിയും ഉണ്ട്. അപ്പോൾ മിനിമം ഇത്രയും പോയിന്റ്സ് എങ്കിലും നമ്മൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി ഓൺ ആക്കിയാൽ തുടരെ ഇതുപോലെ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഉടൻ തന്നെ വരും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.